ഹായ് ഗായ്സ്, അഖിൽ ബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ 11 മണിയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 8 നോമിനേഷൻസ് ആണുള്ളത്. 8 പേരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിയെ സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ ന്യൂസുകൾക്കും ബിഗ് ബോസ് വോട്ടിങ്ങിൻ്റെ അപ്ഡേഷന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എലിമിനേഷൻ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ കൂടെ. ഏതായാലും ഇന്ന് രാവിലെ 11 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ ഒരു ഘട്ടത്തിൽ രേണുവുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയെങ്കിലും ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റം നേടി തൻ്റെ 1ാം പൊസിഷനിൽ പാറ പോലെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6750 വോട്ട് നേടിയാണ് 1ാം പൊസിഷനിലുള്ളത്. 2ാം പൊസിഷനിൽ രേണുസുധി തന്നെയാണ് തുടരുന്നത്. ഒരു ഘട്ടത്തിൽ വളരെ രീതിയിൽ മുന്നേറ്റം നേടി 1ാം പൊസിഷൻ കരസ്ഥമാക്കിയെങ്കിലും പിന്നെ അനുമോളുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ ഒന്ന് പിന്നിലേക്ക് വരികയാണ് ചെയ്തത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. 6500 വോട്ട് നേടിയാണ് 2ാം പൊസിഷനിലേക്ക് വീണിരിക്കുന്നത്. 3ാം പൊസിഷനിലേക്ക് അട്ടിമറി മുന്നേറ്റം നടത്തി ആര്യൻ കയറി വന്നിരിക്കുകയാണ്. ജിസേൽ തക്രാളായിരുന്നു നേരത്തെ 3ാം പൊസിഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തൻ്റെ 3ാം സ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ആര്യൻ. ഇപ്പോൾ 4800 വോട്ട് നേടിയാണ് 3ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 4ാം പൊസിഷനിലേക്ക് ജിസേൽ തക്രാൽ വീണിരിക്കുകയാണ്. ആര്യനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ താൻ പിന്നിലേക്ക് പോയത്. എന്നാലും നല്ലൊരു മുന്നേറ്റമാണ് ഇപ്പോൾ ജിസേൽ തക്രാൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം പൊസിഷനിൽ ഇപ്പോൾ ശൈത്യയാണുള്ളത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ വളരെയധികം മുന്നേറ്റം നടത്തിയിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 5ാം പൊസിഷനിലേക്കാണ് വീണിരിക്കുന്നത്. 4509 വോട്ട് നേടിയാണ് 5ാം പൊസിഷനുള്ളത്. 6ാം പൊസിഷനിൽ ശാരിക തുടരുകയാണ് ചെയ്യുന്നത്. പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയായി മാറിയിരിക്കുകയാണ് ശാരിക. കാരണം ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് 6ാം പൊസിഷൻ നിലകൊള്ളുന്നത്. ഇപ്പോൾ റേഞ്ചർ സോണിലാണെന്ന് പറയാം. 3456 വോട്ട് നേടിയാണ് 6ാം പൊസിഷനുള്ളത്. 7ാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്താണ്. മുൻഷിക്ക് തുടക്കത്തിൽ ഉണ്ടായ ഒരു മുൻതൂക്കം ഇപ്പോൾ നേടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഡേഞ്ചർ സോണിലാണുള്ളത്. 3400 വോട്ട് നേടിയാണ് ശാരീരികമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 7ാം പൊസിഷനിലേക്ക് വീണിരിക്കുന്നത്. 8ാം പൊസിഷനിൽ നെവിൻ തന്നെ തുടരുകയാണ്. യാതൊരു മുന്നേറ്റവും ഇതുവരെയ്ക്കും കണ്ടുവരാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡേഞ്ചർ സോണിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ്. 2877 വോട്ടാണ് നെവിൻ നേടിയത്. ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ.